every hour. കേരളം വീണ്ടും വലത്തോട്ട് മറിയുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണസിരാ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ സർവേ ഫലങ്ങൾ പുറത്തുവരുന്നു. വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷനു വേണ്ടി പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നടത്തിയ സമഗ്ര സർവേയിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് നിർണായക പ്രവചനങ്ങളുള്ളത്. സർവേ പ്രകാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തും. 140 അംഗ നിയമസഭയിൽ 91 സീറ്റുകൾ വരെ UDF സ്വന്തമാക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഭരണകക്ഷിയായ LDF വെറും 49 സീറ്റുകളിലേക്ക് ഒതുങ്ങും. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും LDFന് ലഭിച്ച ആധിപത്യം ഇത്തവണ പൂർണ്ണമായും തകരുമെന്നാണ് ഈ ഡേറ്റ വിശകലനങ്ങൾ നൽകുന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിന് വോട്ടർമാർ നൽകുന്ന ഉത്തരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നാണ്. 28.91% പേരുടെ പിന്തുണയോടെ സതീശൻ ഒന്നാമതെത്തിയപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് 19.89% പേരുടെ പിന്തുണ മാത്രമേ നേടാനായുള്ളൂ. രമേശ് ചെന്നിത്തല, തോമസ് ഐസക്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റു പ്രമുഖർ. VD സതീശന്റെ പ്രവർത്തന ശൈലിയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഇടപെടലുകളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സർവേ അടിവരയിടുന്നു. വോട്ട് വിഹിതത്തിലും UDF വ്യക്തമായ മേധാവിത്വം പുലർത്തുന്നു. UDFന് ഏകദേശം 45% വോട്ട് ലഭിക്കുമ്പോൾ LDFന് ലഭിക്കുക 39% മാത്രമാണ്. BJP നയിക്കുന്ന NDA 14.72% വോട്ട് നേടുമെങ്കിലും അവരൊരു സീറ്റ് പോലും വിജയിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എങ്കിലും വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ NDA വലിയ സ്വാധീനം ചെലുത്തുകയും വിജയത്തെ നിർണ്ണയിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് LDFന്റെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേമ പദ്ധതികളിലെ പാളിച്ചകൾ, തൊഴിലില്ലായ്മ, അഴിമതി ആരോപണങ്ങൾ എന്നിവ സർക്കാരിന് തിരിച്ചടിയാകുന്നു. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വിജയം UDF കേന്ദ്രങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കേരളത്തിലുടനീളം 2 ലക്ഷം വോട്ടർമാരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാല തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ കൃത്യത പുലർത്തിയ അവനീഷ് കോയിക്കരയുടെ ഈ റിപ്പോർട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിക്കുമെന്നുറപ്പാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഇത്തവണ മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.